2 വണ്ടി, ഒരു റോയൽ എൻഫീൽഡ് സ്ക്രാം 440, ഒരു ഇൻ്റർസെപ്റ്റർ 650. 2 ആൾക്കാരുടെ വർഷങ്ങളായിട്ടുള്ള ഡ്രീമായിരുന്നു. എന്നിട്ട് നമ്മൾ ആ വണ്ടി വെച്ച് ഒരുപാട് ട്രിപ്പുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ തുടർച്ചയായിട്ട് 6 മാസത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മൾ ഒരു ട്രിപ്പ് ഫിക്സ് ചെയ്തു. കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ വണ്ടിക്ക് ലഗേജ് ക്യാരി ചെയ്യാനുള്ള ലഗേജ് ക്യാരിയർ വെച്ചിട്ടില്ല. ലഗേജ് ക്യാരിയർ പോലത്തെ ഒരു സാധനമുണ്ട് അവിടെ, അതിന് മണ്ടകൾ ഒരു പ്ലേറ്റ് ഇല്ല, ആ പ്ലേറ്റ് നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്നാൽ പിന്നെ അത് മേടിക്കാമെന്ന് കരുതി ഭീഷണാടിസ്ഥാനത്തിൽ ഒരെണ്ണം മേടിച്ചപ്പോൾ എല്ലാം ഓക്കെ, കറക്റ്റ് സൈസായിരുന്നു. പക്ഷേ ക്ലിയർ ആയുള്ള പ്രശ്നം, ഇടാനുള്ള നട്ടും ബോൾട്ടും ഇല്ല, അത് എക്സ്ട്രാ മേടിക്കണം. നട്ടം ബോൾട്ട് കൂടെ കിട്ടിയില്ല. എന്നിട്ട് ഓക്കെ, നമുക്കത് പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് അതെല്ലാം വന്നു. നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചു, എല്ലാം ഫിക്സ് ചെയ്തു. എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ഫിക്സ് ചെയ്തത്. എനിക്കത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം. ഡേറ്റെല്ലാം ഞാൻ തന്നെ ഫിക്സ് ചെയ്തു. നമ്മുടെ സ്ക്രാം 440 ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോഴാണ് നമ്മുടെ ഇൻ്റർസെപ്റ്ററിന് ക്രാഷ് കാർഡ് ഇല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. ക്രാഷ് കാർഡ് വണ്ടി റോയൽ എൻഫീൽഡ് 2 ഓപ്ഷൻസാണ് കൊടുത്തത്. ഒരു സി ടൈപ്പ് പോലത്തെ ആ ഒരു ടൈപ്പും പിന്നെ ഈ ഒരു എൽ ആംഗിൾ ടൈപ്പിലിരിക്കുന്നത്, രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഭയങ്കര പൈസയും. അപ്പം ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞ് ഏതൊരു ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് കാർഡ് വെക്കാമെന്ന പ്ലാനിങ്ങിൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി വണ്ടി എടുത്ത് 6 മാസം കഴിഞ്ഞു, 7 മാസം കഴിഞ്ഞു. ഇതുവരെയായിട്ട് ഞാൻ ക്രാഷ് കാർഡിനെ പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ട്രിപ്പിന് പോകുമ്പോഴാണെങ്കിലും വേറൊരാൾക്ക് വണ്ടി കൊടുക്കാനാണെങ്കിലും ഇച്ചിരി സ്പീഡിൽ പോകാനാണെങ്കിലും ഒരു ക്രാഷ് കാർഡുള്ളപ്പം നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് വേറെ അല്ലേ. അപ്പം അങ്ങനെ കുറേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നമ്മളൊരു ക്രാഷ് കാർഡ് മേടിച്ചു. ലെജൻഡറി ബിൽഡിൻ്റെ താനോസ് എന്നൊരു മോഡലാണ് നമ്മൾ ഇറക്കിയത്. അത് 4.8 5,000 കണ്ട് അടുത്തായെന്ന് തോന്നുന്നതിന് മേടിച്ചു. അതും എനിക്ക് കഴപ്പ്, എൻ്റെ കൈ കൊണ്ട് തന്നെ വെക്കണം എന്നുള്ള കഴപ്പ് കാരണം 2 ആഴ്ചയോളം ബർത്തിൻ്റെ മണ്ടയ്ക്കിരുന്നു. ടൂൾസില്ല. നമ്മൾ വർക്ക്ഷോപ്പിൽ പോയി, വർക്ക്ഷോപ്പല്ല, നമുക്കൊരു പരിചയക്കാരൻ്റെ ഒരു വർക്ക്ഷോപ്പ് പോലത്തെ കടയാണ്. അവിടെ ചെന്നപ്പം ഇത് അഴിക്കാനുള്ള ടൂൾ അവിടെ ഇല്ല. ഒരു എല്ലെങ്കിൽ വെച്ചിട്ട് അഴിക്കേണ്ട 2-3 നട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് അഴിയുന്നില്ല. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ നമുക്ക് ഒരു ടൂൾസ് കിറ്റ് മേടിക്കാം. അത് നേരത്തെ മേടിച്ചായിരുന്നു. അത് വെച്ചായിരുന്നു ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് പഴയൊരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കെല്ലാം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അത് വീട്ടിലായതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ടൂൾസ് കിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാൽ പിന്നെ ആ വണ്ടിയല്ലേ മെയിൻ്റനൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ കരുതി ഒരു ടൂൾസ് കിറ്റ് ബുക്ക് ചെയ്തു. സാധനം വന്നു, കിറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി. ഗൈസ്, നമ്മുടെ ഇൻട്രോന് ക്രാഷ് കാർഡ് വെക്കാൻ പോകണം. ഗൈസ്, ക്രാഷ് കാർഡൊന്നും ഇതുവരെ സെറ്റാക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് ഗവേഷണങ്ങൾക്ക് ശേഷം നമ്മൾ ഇറക്കിയ ക്രാഷ് കാർഡാണ്. ഏതാണ് ഇത്? ലെജൻഡറിയുടെ താനോസ് എന്ന് പറയുന്നൊരു ക്രാഷ് കാർഡ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മളിതിൽ സെറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഒന്നും എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. പല സാധനങ്ങളിട്ട് പിടിച്ചു നോക്കി. ആ ടൂൾ കിറ്റിൻ്റെ ആ ഒരു ലിവർ വളഞ്ഞെന്നല്ലാതെ ഈ സാധനം അഴിഞ്ഞു വരുന്നില്ല. അപ്പോഴാണ് മനസ്സിലാക്കിയത് 650 cc എൻജിൻ, അത്രയും പവർ ഹാൻഡിൽ ചെയ്യുന്ന ചേസസിൻ്റെ ഓരോ നട്ടും അത്രയ്ക്ക് ഹെവി ടോർക്കിൽ ടൈറ്റ് വെക്കുന്ന സാധനങ്ങളായിരിക്കും. അത് നമ്മുടെ ഈ ലോക്കൽ ടൂൾസ് കൊണ്ടോ നോർമൽ ടൂൾസ് കൊണ്ടോ എന്തായാലും അഴിക്കാൻ പറ്റത്തില്ല. അഴിച്ചാൽ തന്നെ അതേ ടോർക്കിൽ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാനും പറ്റില്ല. ഇതിൻ്റെ അതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ ഭയങ്കര ഉള്ളിലേക്കാണ്, നമുക്ക് കൈയൊന്നും എത്തൂല. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ടൂൾസ് വെച്ചിട്ട് വേണം നമുക്കത് അഴിച്ചെടുക്കാൻ. അങ്ങനെ ടൂൾസ് കിറ്റ് പട്ടത്തിൽ ഉപി അത് വെച്ച് ക്രാഷ് കാർഡ് എന്തായാലും എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ ബോൾട്ടെല്ലാം ഹെവി ടോർക്കിൽ ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് അഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. എന്നിട്ട് നമ്മൾ പ്ലാൻ ഉപേക്ഷിച്ചു. അതായത് എനിക്ക് തന്നെ വെക്കണം എന്നുള്ളതായിരുന്നു. അതെന്തായാലും നടക്കില്ല, അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് കൊടുക്കാമെന്ന് കരുതി നമ്മൾ വേറെ വർക്ക്ഷോപ്പിൽ ചെന്നു. വർക്ക്ഷോപ്പിൽ വന്നപ്പം അവിടെ 2-3 വണ്ടിയുണ്ട് ഓൾറെഡി. പുള്ളി പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. ആഴ്ച നമ്മുടെ ആണല്ലോ, കാരണം ഇന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ വേറെ നെക്സ്റ്റ് ലീവ് കിട്ടണമെന്നില്ല. പുള്ളി ടൂൾസ് എല്ലാം എടുത്തുകൊണ്ട് വന്നു. പുള്ളി വളരെ സിമ്പിളായിട്ട് അയച്ചു കേട്ടോ. പുള്ളിക്കാരൻ അനുസരിച്ചുള്ള ടൂൾസൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കുറേ നേരം വായും പൊളിച്ച് നിന്നു. എന്നിട്ട് പുള്ളി പണി തുടങ്ങി. അണ്ണൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് അണ്ണൻ തന്നെ ഡീൽ ചെയ്തു. സെയിം ഓരോരോ നട്ട്സ് കറക്റ്റായിട്ട് അയച്ച് അതെല്ലാം അതുപോലെ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്ത് ഓരോരോ സൈഡ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഞാനിങ്ങനെ നോക്കി നിൽക്കും. കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഇത്. നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത് നമുക്കറിയാൻ ഒരു ഇത് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുള്ളിയുടെ ചുറ്റും നടന്ന് ഇങ്ങനെ പുള്ളി നീടെ ഇരിക്കും, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ എന്നെ പറയും. പക്ഷേ ഞാൻ അതങ്ങനെയാണ് കേസ്. നമുക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ചെന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ സൈഡ് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നതിൻ്റെ. പുള്ളി മറ്റേ ഇലക്ട്രിക് ഗണ്ണ് വെച്ചിട്ടാണ് ഓരോ നട്ട്സൊക്കെ അഴിച്ചത്. എന്നിട്ടും പുള്ളി കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ അടിയിൽ ഒരു എൻജിൻ കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ എൻജിൻ കാർഡ് അഴിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അഴിച്ചാൽ മാത്രമേ നമുക്ക് അടിയിലേക്കുള്ള നട്ടിലേക്കുള്ള ആക്സസ് കിട്ടുള്ളൂ. പുള്ളി ആദ്യം 2 അഴിച്ചിട്ട് തോന്നുന്നു. പുള്ളിക്ക് എന്നിട്ട് കിട്ടുന്നില്ല. പുള്ളി എന്നിട്ട് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ട് ഓരോന്ന് ഫിക്സ് ചെയ്ത് വരിക ചെയ്തത്. ഓരോ നട്ട്സ് വെച്ചു, ഒരു സൈഡ് ക്രാഷ് കാർഡിൻ്റെ ഒരു സൈഡ് വെച്ചു, സ്ലൈഡേഴ്സ് വെച്ചു, എല്ലാം വെച്ച് പണിയെല്ലാം തീർത്തു. പുള്ളി നല്ല വർക്കായിരുന്നു. എനിക്കങ്ങനെ പുറത്തുനിന്ന് വർക്ക് ചെയ്ത ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. പക്ഷേ പുള്ളിയുടെ ആ ഒരു വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
കാരണം നമ്മൾ ഫിറ്റ് ചെയ്യുന്ന പാർട്ടിന് ഒരു സ്ക്രാച്ച് പോലും വരുത്താതെ അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പുള്ളിക്കാരൻ ചെയ്തു തന്നു. ക്രാഷ് കാർഡെല്ലാം ഫിറ്റ് ചെയ്തു, പെർഫെക്റ്റ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും വേറെ ലെവലായിട്ട് സാധനം അതിൻ്റെ ഫിനിഷിംഗ് എല്ലാം വന്നു. വണ്ടിക്ക് നന്നായിട്ട് മാച്ചാവുന്നുണ്ട്. പിന്നെ ആ ക്രാഷ് കാർഡ്, താനോസ് എന്ന് പറയുന്ന ക്രാഷ് കാർഡ് നമ്മൾ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 സ്ഥലത്ത് ഇതിന് കണക്ഷൻസ് വരുന്നുണ്ട്. നോർമലായിട്ട് ഞാൻ ഒരുപാട് കാർഡ്സ് നോക്കി, അതിൻ്റെ എല്ലാം വണ്ടിയുടെ ചേസുമായിട്ട് കണക്ട് ചെയ്യുന്നത് 2 സൈഡിലായിരിക്കും. ഒന്ന് എഞ്ചുമായിട്ട് കണക്ട് ചെയ്യുക, എഞ്ചിൻ മൗണ്ടിൻ്റെ അവിടെ ഒരു നട്ടുണ്ട്, അതിൻ്റെ താഴെ ഒരു നട്ടുണ്ട്, അതിലേക്ക് 2 ഇടത്തെ കണക്ഷൻ വരുന്നുള്ളൂ. ഇത് 3 സ്ഥലത്ത് വരുന്നുണ്ട്, ഏറ്റവും താഴെ, സെൻറ്ററിൽ, ഏറ്റവും ടോപ്പിൽ. അപ്പം അത്രയ്ക്ക് ഹാർഡായിരിക്കും. നമുക്കിപ്പം സപ്പോസ് വണ്ടി വീഴാതിരിക്കട്ടെ, അഥവാ വീഴുവാണെങ്കിൽ തന്നെ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് അതിനെ ഒബ്സർവ് ചെയ്തെടുത്തോളും. ട്രിപ്പിന് വേണ്ടിയിട്ടെല്ലാം റെഡിയായി. ഇനി വണ്ടിയുടെ ഭാഗത്തു നിന്നല്ല ഓക്കെ ആയി, ചെയിനൊക്കെ ക്ലീൻ ചെയ്തു, ലൂബെല്ലാം ഇട്ടു. 100 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഇവിടെ പോകാനിരിക്കുന്ന സ്ഥലത്തേക്ക്. 400 കിലോമീറ്റർ എടുത്തുണ്ട്, 2 സൈഡും കൂടെ 800 കിലോമീറ്റർ. അപ്പോൾ 2 ബൈക്കിൽ 3 പേരായിട്ടാണ് പോകാൻ എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ എന്തുകൊണ്ട് ഈ 650 ഇൻറ്റർസെപ്റ്റർ 650 എടുത്തു എന്നതിൻ്റെ സ്റ്റോറി അടുത്ത പാർട്ടിൽ ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്കാം 440 എടുക്കാനുള്ള റീസണും അതിൻ്റെ വീഡിയോ മറ്റൊരു പാർട്ടിൽ നമ്മൾ പറയുന്നതായിരിക്കും.